ശരണയ്യപ്പ. അപ്പോൾ ഇത്തവണയും ശബരിമലയ്ക്കുള്ള യാത്രയിലാണ്. അപ്പോൾ ഇത്തവണ വർഷത്തെക്കാളിലും ഇപ്രാവശ്യം ഈ വർഷത്തെക്കാളിലും ഒരുപാട് തിരക്കാണല്ലേ ശബരിമലയിൽ. അപ്പോൾ വേറെ ടാസ്ക് ഉണ്ട്. ഇപ്പോൾ ഈ സ്വാമിക്ക് എനിക്കും ഈ പറഞ്ഞ പോലെ വെർച്വൽ ക്യൂ കിട്ടിയിട്ടില്ല. അപ്പോൾ സ്പോട്ട് ബുക്കിംഗ് കിട്ടുന്നു വിചാരിക്കും. അപ്പോൾ സ്പോട്ട് ബുക്കിംഗ് ഗവൺമെൻറ് നമ്മളെ ഹൈക്കോടതി ക്രമീകരണം നടത്തുന്നത് 5000 അല്ലേ. അപ്പം ഞാനും ഈ സ്വാമിക്കും കിട്ടുന്നുള്ള ടാസ്ക്കാണ്. എന്തായാലും അയ്യപ്പ ഉണ്ടല്ലോ, കിട്ടും എന്ന് പ്രതീക്ഷ ഉണ്ട്. അപ്പം നമ്മളെ 17 ആൾക്കാർ പോകുന്നുണ്ട്, നമ്മളെ സുഹൃത്തുക്കളാണ്. അപ്പോൾ അയ്യൻ്റെ സന്നിധിയിൽ നമുക്ക് അവിടുന്ന് കാണാം. സ്വമേ ശരണയ്യപ്പ. അപ്പോൾ എല്ലാം കാണാൻ ഞങ്ങൾ വരുന്നേ, ഞങ്ങൾ വരുന്നേ. സ്വാമി ശരണം, അയ്യപ്പ ശരണം, അയ്യപ്പ ശരണം, സ്വാമിയേ അയ്യപ്പോ. അയ്യടി പോരാ, അയ്യടി പോരാ, കളം പോരാ, കളം പോരാ. കാണാൻ ഞങ്ങൾ വരുന്നേ, ഞങ്ങൾ വരുന്നേ. സ്വാമി ശരണം, അയ്യപ്പ ശരണം, അയ്യപ്പ ശരണം, സ്വാമിയേ അയ്യപ്പോ. അയ്യടി പോരാ, അയ്യടി പോരാ, കാണാൻ ഞങ്ങൾ വരുന്നേ, ഞങ്ങൾ വരുന്നേ. Ayyappa padam,
സ്വാമിപാദം അയ്യപ്പപാദം സ്വാമിപാദം സ്വാമിപാദം അയ്യപ്പപാദം ഭഗവാൻ പാദം ഭഗവതിപാദം ഭഗവാൻ പാദം ഭഗവതിപാദം ഭഗവതി പാദം ഭഗവാൻ പാദം ഭഗവതി പാദം ഭഗവാൻ പാദം ഈശ്വരന്മാരെ ഈശ്വരിമാരെ ഈശ്വരന്മാരെ ഈശ്വരിമാരെ ഈശ്വരിമാരെ ഈശ്വരന്മാരെ ഈശ്വരന്മാരെ ആനനവാസനേ കലിയുഗ വരദനേ ആനനവാസനേ താളമേളമോടെ നെഞ്ചു പൂത്തുലഞ്ഞുവോ താരകങ്ങൾ സുബ്രഹ്മണ്യ സംഗമയിലെറിയോ ഉദിച്ച ചന്ദനവും സുബ്രഹ്മണ്യ സംഗമയിലേറിയ ആണ്ടവനെ മുരുക കബഡിയാടി വരാ കോവിലിൽ പാൽക്കണ്ടി എന്തി വരാ ചൂലവും വേലിമേന്തി സുബ്രഹ്മണ്യൻ മേലെ ആണ്ടവനെ മുരുക ആറുമുഖ സ്വാമിയേ പാണ്ടിനാടാണ്ടവനെ സുബ്രഹ്മണ്യ സംഗമയിലെറിയോ സുബ്രഹ്മണ്യ മുരുക സുബ്രഹ്മണ്യ തങ്കമയിലെറിവ ആണ്ടവനെ മുരുക ദേവരേ ആറുമുഖ സ്വാമിയേ പാണ്ടിനാടാണ്ടവനെ സുബ്രഹ്മണ്യ സംഗമയിലെറിയോ സുന്ദരനാമം പാടുന്നേ സുന്ദരനാമം പാടുന്നേ സുന്ദരനാമം പാടിക്കൊണ്ട് ശരണം തേടിപ്പോകുന്നേ അമ്മേ 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 നാമം പാടുന്നേ അമ്മേ നാമം പാടുന്നേ അമ്മേ നാമം പാടിക്കൊണ്ട് ശരണം തേടിപ്പോകുന്നേ ശങ്കര 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 ശങ്കരനാമം പാടുന്നേ ശങ്കരനാമം പാടുന്നേ ശങ്കരനാമം പാടിക്കൊണ്ട് ശരണം തേടിപ്പോകുന്നേ ഗുരുവേ 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 നാമം പാടുന്നേ ഗുരുവേ നാമം പാടുന്നേ ഗുരുവേ നാമം പാടിക്കൊണ്ട് ശരണം തേടിപ്പോകുന്നേ ശങ്കര 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 ശങ്കരനാമം പാടുന്നേ. അങ്ങനെ ഞങ്ങൾ ഗുരുവായൂർ എത്തിയിരിക്കുകയാണ്. ഗുരുവായൂർ ദർശനം കിട്ടി വീണ്ടും ഞങ്ങൾ തൃപ്രാരപ്പനെ കാണാനായി യാത്ര തുടങ്ങി. പലതരത്തിലെ വേഷം കെട്ടി അടിപ്പാടി വരുന്നോരെ കാക്കണേ പച്ചമഞ്ഞ പട്ടു പലതരത്തിലെ വേഷം കെട്ടി അടിപ്പാടി വരുന്നോരെ കാക്കണേ വാർത്ത പറഞ്ഞത് കേട്ടിട്ടുണ്ട് അരിമല മുകളിൽ കിളിയും കണ്ണ് അരിയും കിളിയും കൊണ്ട് പോണ നോക്കണേ വാർത്ത പറഞ്ഞത് കേട്ടിട്ടുണ്ട് അരിമല മുകളിൽ കിളിയും കണ്ണ് അരിയും അങ്ങനെ ഞങ്ങൾ തൃപ്രാരപ്പൻ്റെ സന്നിധിയിലെത്തിയിരിക്കുകയാണ്. ഗുരുവായൂർ ദർശനം കിട്ടിക്കഴിഞ്ഞാൽ മറ്റെല്ലാ അമ്പലങ്ങളിലും ദർശനം കിട്ടുന്നു എന്നാണ് പറയാറ്. മാത്രവുമല്ല ഇവിടെ എത്തിയപ്പോൾ തൃപ്രാരപ്പൻ്റെ എഴുന്നള്ളത്ത് കുണി കാണാനൊരു ഭാഗ്യമായി. വീണ്ടും അവിടുന്ന് കൊടുങ്ങല്ലൂർക്ക്. ഇടക്കെട്ടിലെ ഒരു സ്വാമി നിന്നോടെ കാരുണ്യത്താൽ ആടിപ്പാടി വരുന്നവരെ കാക്കണേ ഇടക്കെട്ടിലെ ഒരു സ്വാമി നിന്നോടെ കാരുണ്യത്താൽ ആടിപ്പാടി വരുന്നവരെ സ്വാമി ശരണം സ്വാമി ശരണം. ഞങ്ങളിപ്പോൾ കൊടുങ്ങല്ലൂർ ശ്രീ കുറുമ്പാഭഗവതി ക്ഷേത്രത്തിൻ്റെ മുന്നിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ വന്നപ്പോൾ നല്ലൊരു ഭജന കേൾക്കാനിടയായി. ഇനി എത്രയും പെട്ടെന്ന് ചോറ്റാനിക്കര ദർശനം പിടിക്കാനുള്ള തിരക്കിലാണ്. നട അടയ്ക്കാറായി അവിടെ. മാമലയിൽ ജ്വലിക്കുന്ന മാണിക്യമല്ലേ മാമുനിമാർ കൈതൊഴുന്ന മതിമുഖനല്ലേ മനുഷ്യയുടെ മത തീർന്ന മന്മഥനല്ലേ മനമുരുകിയ ചരണം കേട്ടാൽ വരുന്നവനല്ലേ മാതാപിതാ ഗുരു ദൈവം എല്ലാം നീയല്ലേ അയ്യപ്പ മാതാപിതാ ഗുരു ദൈവം എല്ലാം നീയല്ലേ മോഹിനിതന്നോ മല ബാലകനല്ലേ മാമലയിൽ ജ്വലിക്കുന്ന മാണിക്യമല്ലേ മോഹിനിതന്നോ മല ബാലകനല്ലേ മാമലയിൽ ജ്വലിക്കുന്ന മാണിക്യമല്ലേ. ചോറ്റാനിക്കര ദർശനം കിട്ടിയതിന് ശേഷം ഞങ്ങൾ നേരെ വൈക്കത്തേക്ക് യാത്ര ചെയ്യുക. ഇന്ന് അവിടെ ആൾട്ട്. നീറുന്ന നെഞ്ചു
നെഞ്ചിൻ ചൂടേറ്റുവെന്തൊരു നീറുന്ന നെഞ്ചിൻ ചൂടേറ്റുവെന്തൊരു അക്ഷരമണികളാൽ നൈവേദ്യം അക്ഷരമണികളാൽ നൈവേദ്യം അമ്പേ. സ്വാമികൾ എല്ലാവരും ഉറങ്ങി എണീച്ച് കുളിയൊക്കെ കഴിഞ്ഞു അല്ലേ? എങ്ങനെയായിരുന്നു ഉറക്കം? ഒട്ടൊക്കെ നല്ല അടിപൊളിയായി. കൊതുക് കമ്മിയാണ് പ്രാവശ്യം. ഓക്കെ, നമുക്ക് ഇവിടുത്തെ ദർശനം കഴിഞ്ഞിട്ട് നമുക്ക് നേരെ പമ്പ പിടിക്കാം എത്രയും പെട്ടെന്ന് അല്ലേ? സ്വാമി ശരണം. ഞങ്ങൾ വീണ്ടും അവിടുന്ന് നേരെ കടുത്തുരുത്തിയിലേക്ക്. സ്വാമി ശരണം ഇപ്പോൾ കടുത്തുരുത്തി എത്തിയിരിക്കുകയാണ്. രണ്ടാമത്തെ ദിവസമായ ഇന്ന് ഫസ്റ്റത്തെ ദർശനം കടുത്തുരുത്തി തന്നെ തുടങ്ങുന്നത്. സ്വാമി ശരണം. സ്വാമി ഓക്കെ, നമ്മളെ ഈ കടുത്തുരുത്തി അമ്പലത്തെ പറ്റിയുള്ള ഐതിഹ്യം എന്ന് പറഞ്ഞേ. കടുത്തുരുത്തി അമ്പലത്തെക്കുറിച്ച് കേട്ടറിവിൽ ഏറ്റുമാനൂരപ്പനെയും കടുത്തുരുത്തി അപ്പനെയും വൈക്കത്തപ്പനെയും ഒരുമിച്ച് പ്രതിഷ്ഠിച്ചതാണെന്നും രണ്ട് കൈകളിൽ ഏറ്റുമാനൂർ വലത് കൈ കൊണ്ടും ഇടത് കൈയിൽ വൈക്കത്തപ്പനെയും നടുക്കുള്ള ഭാഗത്ത് കടിച്ചുകൊണ്ട് കടുത്തുരുത്തിയപ്പനെ ഇരുത്തിയെന്നാണ് ഐതിഹ്യം കേട്ടിട്ടുള്ളത്. ഓക്കെ, ഇവിടെ തൊഴുതാൽ 3 ഭാഗത്തും തൊഴുതതിന് തുല്യമായ ഫലമാണെന്നാണ് അറിവിലുള്ളത്. ഓക്കെ ഓക്കെ, അപ്പോൾ അടുത്ത് നമ്മൾ ഏറ്റുമാനൂരാണ് തൊഴാൻ പോവാം. ഓക്കെ. നീറുന്ന നെഞ്ചിൻ ചൂടേറ്റുവെന്തൊരു നീറുന്ന നെഞ്ചിൻ ചുട്ടൊരു അക്ഷരമണികളാൽ നൈവേദ്യം അക്ഷരമണികളാൽ നൈവേദ്യം. ഏകദേശം ഏറ്റുമാനം തുടങ്ങും ഈ പേട്ടതുള്ള ഒരുക്കങ്ങൾ. ഈ വിളക്കിലെ കൺമഷി, കണ്ണിലെ അസുഖങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് പറയാറ്. ഇവിടെ നോക്കേ, പിന്നെ നമ്മളിങ്ങനെ ഓടിയിട്ട് കാര്യമില്ലല്ലോ. നീ പേട്ടതുള്ളനെ വരുമ്പേലൊക്കെ എത്താറായി, എന്തേലും കഴിക്കണ്ടേ? കുട്ടിസ്വാമികളൊക്കെ വിശന്നിട്ടായിരിക്കണേ, കന്നിസ്വാമികളാണ്. ഫുഡ് കഴിക്കാണ്ട് പറ്റില്ലല്ലോ. നമുക്ക് കുറച്ച് പോയ സേവാഭാരതിയുടെ നല്ല സൂപ്പർ ഫുഡ് ഉണ്ട്. അതല്ലേ? നല്ല ഇഡ്ഡലി സാമ്പാറും സൂപ്പറായി. ഞങ്ങൾ എല്ലാ വർഷം അവിടെ നിന്ന് കഴിക്കാറ്. ഓക്കെ, ഇനി ഒരുപാട് ദൂരം പോകണ്ട? ഇല്ല, കുറച്ചും കൂടെ ഉള്ളൂ. ഒരു 10 മിനിറ്റ് കൂടെ ഓടിക്കഴിഞ്ഞെത്തും. അപ്പോൾ നമുക്ക് അവിടെ നോക്കല്ലേ? നമുക്ക് അവിടെ നിന്ന് കഴിക്കാം. ഏറ്റവും നല്ലത് അവിടെ തന്നെയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് സൗജന്യമാണ്, അത് കൂടാതെ നല്ല വൃത്തിയാണ് അവിടെ. അതല്ലേ? ഇപ്പോൾ കാഞ്ഞിരപ്പള്ളിയിലുള്ളത്. അപ്പോൾ കാഞ്ഞിരപ്പള്ളി എത്തിയപ്പോൾ നമ്മളെ ഡ്രൈവർ ചേട്ടൻ പറഞ്ഞു ഇവിടെ അന്നദാനം ഉണ്ട് എന്ന്. അപ്പോൾ നമുക്ക് അന്നദാനം മഹാദാനം, അപ്പോൾ സേവാഭാരത അന്നദാനം ഉണ്ട്. അപ്പോൾ അവിടെ എന്താ കഴിക്കാനുള്ളത് നമുക്ക് നോക്കാം. നമുക്ക് നേരെ അന്നദാനത്തേക്ക് പോവാം. വരും സ്വാമിയുടെ സ്വാമിയെ ഒരു അന്നദാനം. അന്നപ്രസാദം പ്രിയുണ്ട് പ്രിയുണ്ടയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ പ്രിയുണ്ടയ്യപ്പ പ്രിയുണ്ട് സ്വാമിയേ ശരണമയ്യപ്പ പ്രിയുണ്ടയ്യപ്പ പ്രിയുണ്ട് സ്വാമിയേ ശരണമയ്യപ്പ. ആ ചേച്ചി, എന്താ പേര്? എൻ്റെ പേര് തുളസി. തുളസി, ഇവിടെ തന്നെയാണ് നാട്? എൻ്റെ നാട് ഇവിടെ തന്നെയാണ്. അതല്ലേ? സേവാഭാരതി ഇത് തുടങ്ങിയിട്ട് ഇപ്പോൾ എത്രയായി ഏകദേശം? ഇവിടെ ഇപ്പം 18 വർഷമായില്ലേ? അപ്പോൾ ഏകദേശം എത്ര അയ്യപ്പന്മാർക്ക് ഫുഡ് കൊടുക്കുന്നുണ്ട് ഇവിടെ?
ഏകദേശം 5000-ഓളം പേര് കഴിക്കുന്നുണ്ട്. 41 എടുക്കുമ്പോഴത്തേനും ഡെയിലി വ്യത്യാസം ഏകദേശം അടുത്ത് വരുന്നുണ്ട്. രാവിലത്തെ ഫുഡ് എങ്ങനെ? രാവിലെ 9:30 10 വരെ ഇഡ്ഡലി സാമ്പാർ ഉണ്ട്. 9:30 10 ആകുമ്പോഴത്തേനും ചോറ് കറികൾ എല്ലാം ഉണ്ട്. അത് രാത്രി എത്ര മണി വരെ വേണേലും ഉണ്ട്. വരുന്നവർക്കെല്ലാം വയറു നിറയെ ആഹാരം കൊടുക്കുന്നു. ടോയ്ലറ്റ് സൗകര്യമുണ്ട്, കിടക്കാനും സൗകര്യമുണ്ട്, എല്ലാ സൗകര്യങ്ങളും. സൗകര്യം ഫ്രീ ആണോ? ഫ്രീ ആണ്. ഇവിടെ ഒന്നും പൈസയൊന്നും വാങ്ങിക്കാറില്ല. ഇതെല്ലാം അയ്യപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് എല്ലാം നടന്നു പോകുന്നു. ഓക്കെ, സ്വാമിയേ ശരണയ്യപ്പ. സ്വാമിയേ ശരണയ്യപ്പ. എല്ലാ അയ്യപ്പന്മാരും ഇവിടെ ശ്രീധർമ്മശാസ്താവിനെ തൊഴുത് പിന്നെ തൊട്ടടുത്തുള്ള വാവര് പള്ളിയിൽ കയറി അവിടെയും പ്രാർത്ഥിച്ച് അവിടെ കുരുമുളക് പ്രസാദം അതുപോലെ തന്നെ ഭസ്മം മേടിച്ച് നമ്മൾ പേട്ടതുള്ളി. ഇനി ഇവിടെ നിന്നും വാദ്യോപകരണങ്ങളും പാട്ടും ആഘോഷമായി പേട്ടതുള്ളി നേരെ തൊട്ടടുത്തുള്ള ശ്രീധർമ്മശാസ്താവിനെ തൊഴുത് എരുമേലിയിലെ നദിയിൽ കുളിച്ച് ശ്രീധർമ്മശാസ്താവിനെ കണ്ട് തൊഴുത് പ്രസാദം മേടിച്ച് അവിടെ തേങ്ങ ഉറച്ച് നേരെ പമ്പയിലേക്ക് യാത്ര തുടങ്ങി. കൺകണ്ട ദൈവമേ, കാനന വാസനേ, കലിയുഗ വരദനേ, കല്ലിടാം കുന്നേ, കല്ലിട്ടു വന്ദനമേ, പമ്പാ വാസനേ, പമ്പാ നദിയേ, പമ്പാ ഗണപതിയേ, പമ്പാ വിളക്കേ, മകര വിളക്കേ, എന്റെ പൊന്നു 18-ാം പടിയേ, ഓം ശ്രീ നിലയ്ക്കലിൽ എല്ലാ സ്വാമികളും ഇറങ്ങി. അവിടെ ഞങ്ങൾ 2 പേർക്ക് മാത്രമേ സ്പോട്ട് ബുക്കിംഗ് ഇല്ലാത്തുള്ളൂ. അതും എടുത്ത് അവിടുന്ന് KSRTCയിൽ യാത്ര ചെയ്യുകയാണ് പമ്പയിലേക്ക്. എരുമേലിപ്പേട്ടത്തുള്ളിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഏകദേശം പമ്പയിലെ തിരക്ക്. പമ്പയിലും കൂടെ വന്നപ്പോൾ ഭയങ്കര തിരക്കാണ് എന്ന് മനസ്സിലായി. ഞങ്ങളൊന്നും നോക്കിയില്ല, പെട്ടെന്ന് കുളി കഴിഞ്ഞ് ഞാൻ എൻ്റെ സ്വാമിമാരും പെട്ടെന്ന് മല കയറ്റാൻ ശ്രമിച്ചു. അയ്യപ്പോ അയ്യപ്പോ സ്വാമിയപ്പ ശരണമപ്പ, ഞങ്ങൾ വരുന്നേ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പ 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 അയ്യപ്പ. എന്താ സ്വാമി 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 അവിടെ ഇരിക്കല്ലേ? വെള്ളമുണ്ടോ? സ്വാമി സാധനം കഥച്ച സ്വാമി വിളിക്ക് സ്വാമി സാറിനാ
അയ്യപ്പ 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 അയ്യപ്പ. இங்கே மிஸ் ஆகிட்டாரு. அவர் மைக் அலௌன்ஸ் பண்ண எடுத்துகிட்டு வாங்க. யாரோ பக்கத்தில் இருந்தாலும் அவரை கூட்டி நீங்கள் விட்டுருங்க. அவர் கன்னிசாமினால அவருக்கு தெரியாது. யாராவது இருந்தால் கூட்டி விட்டுருங்க. സ്വാമി, അപ്പൊ അങ്ങനെ നമ്മള് ശബരിമല എത്തിയിരിക്കുകയാണ്. സ്വാമി, നമ്മള് വിറച്ചയ്ക്കു അവിടുന്ന് കിട്ടി. അവിടുന്ന് കിട്ടുന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. എന്തായാലും ദൈവം സഹായിച്ചിട്ട്, അയ്യപ്പൻ സഹായിച്ചിട്ട് ഇവിടെ എത്തിയതാ. ദാസൻ സ്വാമി ഇവിടെ എത്തിയിരിക്കുകയാണ്. സമയേ ശരണ അയ്യപ്പ. സമയേ വേട്ടമാട് കയറല്ലേ സമയേ? ആ സ്വാമി ശരണം.